നമസ്കാരം, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. 2023 PSC നടത്തിയ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുൽക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. അതും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പോയിന്റ് ഒന്ന് വായിക്കാം. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തിരുച്ചൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഇത് മൂന്നും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. നാലാമത്തെ ഓപ്ഷനിൽ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് ഇത് മദ്രാശിക്ക് വിട്ടുകൊടുത്ത സ്ഥലങ്ങളായിരുന്നു. അത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേരള സംസ്ഥാനത്തോട്ട് കൂട്ടിച്ചേർത്തത് എന്നാണ് ഓപ്ഷൻ. അപ്പോൾ അത് കേരളം മദ്രാശിക്ക് വിട്ടുകൊടുത്ത പ്രദേശങ്ങളായിരുന്നു തോവാളം, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നിവ. അപ്പോൾ ഇതിൻ്റെ 3 ഓപ്ഷനാണ്. ഒന്നാമത്തെയും രണ്ടാമത്തതും മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ശരിയായിട്ടുള്ളതൊന്ന് നോക്കാം. മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വസ്തുതകൾ. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി NI അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങളുണ്ടായിരുന്നു. വക്കീൽ പ്രധാനമന്ത്രി, വസീർ ധനമന്ത്രി, മിർബക്ഷി കരസേനയുടെയും ഭരണത്തിൻ്റെയും ചുമതല വഹിക്കുന്ന മന്ത്രി, സദർ ഉസ്സുദൂർ മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ചുമതല വഹിക്കുന്നയാൾ സദർ ഉസ്സുദൂർ. മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തിരുന്നത്. ഇത് 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. മുഗൾ ഭരണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഇത് 3ഉം അക്ബറിൻ്റെ കാലഘട്ടത്തിലെ. അപ്പോൾ ഈ മധ്യകാലം ടോപ്പിക്ക് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകുക. ഡിഗ്രി പ്രിലിംസിൽ
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഇതെല്ലാം നമുക്കൊന്ന് വായിച്ചു നോക്കാം. പരിവ്രാജക അലഞ്ഞുതിരിയുന്ന കാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയ ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായി നേരിടാൻ റാം മോഹൻ റോയ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പുതിയ തത്വചിന്തയുടെ ആവശ്യകത ശക്തമായി തോന്നി. ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ സമാജം അനുയായികൾ അവരുടെ ശ്രദ്ധ പ്രധാനമായും സാമൂഹിക പരിഷ്കരണത്തിനാണ് അർപ്പിച്ചത്. പരസ്പര വിവാഹം തമ്മിലുള്ള ബന്ധം, വിധവകളുടെ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും പുരോഗതി. ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനവും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ആനി ബെസന്റ് വിശ്വസിച്ചു. ഇത് 4ഉം ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതൊക്കെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. INC കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ 2 കാലഘട്ടമായിട്ട് തിരിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. തീവ്രവാദ കാലഘട്ടവും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. ഇതൊക്കെയായിരുന്നു തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. INCയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ തീവ്രവാദ കാലഘട്ടം നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കാറുണ്ട്. അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഭാഗം നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡ്യുവൽ ഗവൺമെൻറ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ എലീജ എംബെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. പിറ്റ്സിൻ്റെ ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൻ്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിൻ്റെയും തേയില വ്യാപാരത്തിൻ്റെയും കുത്തക തുടർന്നു. ഇത് 4ഉം ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ഓപ്ഷനാണ് ഇത് 4ഉം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് PSC ഡിലീറ്റഡ് ആക്കിയ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി ഭാഗം നല്ലതുപോലെ പഠിച്ച് എക്സാമിന് പോവുക. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും. ഇത് 3ഉം 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ പെട്ട വസ്തുതകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 ശരിയാണ്.
ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും, പത്രങ്ങളും ആനുകാലികങ്ങളും, ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും, യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. ഇത് 4 ദേശീയതയുടെ ഉദയത്തിന് കാരണമായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ ബി 1, 2, 3, 4 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് കണ്ടെത്താനാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ ആണ്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ആദ്യ 20 കിലോമീറ്റർ ഒരേ താപനിലയും അതുകഴിഞ്ഞ് 50 കിലോമീറ്റർ ഉയരം വരെ ഓസോൺ പാളിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ഓസോൺ പാളി അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കൊണ്ടും താപനില ഉയരുകയും ചെയ്യുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചാലകം അല്ലാത്ത മേഖലയാണ്. ഇവിടെ വായുവിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങൾ ഇല്ല. ഇത് രണ്ടും സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിവർ ഡെൽറ്റകളെ നദീമുഖം സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരിച്ചറിയുകയും ചെയ്യുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന സംസ്ഥാനം തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഓപ്ഷൻ സി ആണ്, രാജസ്ഥാനാണ്. ഈ സംസ്ഥാനത്തെ അൽവാർ ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. സരിസ്ക ടൈഗർ റിസർവ് എവിടെയാണ്? രാജസ്ഥാനിലാണ്. പൊക്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ജയ്സൽമീർ ജില്ലയിലാണ്. സത്ലജ് നദീജലം ഉപയോഗപ്പെടുത്തിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ ഈ സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ രാജസ്ഥാനിലാണ് സരിസ്ക ടൈഗർ റിസർവ്, ജയ്സാൽമീർ, ഇന്ദിരാഗാന്ധി കനാൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. തെറ്റായതാണ്. അതിൻ്റെ ഓപ്ഷൻ ഡി ആണ്, 4 ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളതൊന്ന് വായിക്കാം. മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിലെ വസന്തകാലമാണ്. മാർച്ച് 21 ഇതിനെ വസന്തകാല സംബന്ധിയായ വിഷുവം എന്ന് വിളിക്കുന്നു. സെപ്റ്റംബർ 23 വടക്കൻ അർദ്ധഗോളത്തിലെ ശരത് കാലമാണ്. ഇതിനെ ശരത്കാല വിഷുവം എന്ന് വിളിക്കുന്നു. ജൂൺ 21 ഉത്തരധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതും ആകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് വിളിക്കുന്നു. ഇത് 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദീ വ്യവസ്ഥയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഉപദ്വീപീയ നദീ വ്യവസ്ഥയാണ്.
ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിൽ നിന്ന് സമീപത്തുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിൻ്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. ഈ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. ഈ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് 4 കൃഷ്ണ നദിയെക്കുറിച്ച് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2019-21 കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായവ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. കൃഷിയെയും അനുബന്ധ മേഖലകളെയും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പേയ്മെൻറ്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ GDP വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1, 2, 4 ഓപ്ഷൻസ് ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ റിവേഴ്സ് റിപ്പോ നിരക്കിനെ സൂചിപ്പിക്കുന്നതാണ്. റിവേഴ്സ് റിപ്പോ നിരക്ക് ഓപ്ഷൻ എ ആണ്. ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആകിരണം ചെയ്യുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. റിവേഴ്സ് റിപ്പോ നിരക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്നവയിൽ ഏതായിരുന്നു? കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമായിരുന്നു 2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ശരിയായിട്ടുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. സഹകരണ ഫെഡറലിസം വളർത്താൻ തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിന് അറിവ് നവീകരണം സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കൽ. ഇതൊക്കെ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. 1, 2 ഇതൊക്കെ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഓപ്ഷൻ എയും സിയും ഡിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും എങ്കിൽ ഇതിൻ്റെ ആൻസർ എല്ലാമാണ്. ഓപ്ഷൻ ഡി എല്ലാമാണ്. ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു. ഉൽപ്പന്നത്തിൻ്റെ രൂപകൽപ്പനയിലെ പിഴവ്, വൈകല്യം, പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യതിയാനം, ഉൽപ്പന്നം എക്സ്പ്രസ് വാറണ്ടിയുമായി പൊരുത്തപ്പെടുന്നില്ല. ഇതൊക്കെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്ക് നല്ലപോലെ പഠിച്ചിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ് ആണ്. ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ആണ്.
BR അംബേദ്കർ, മുഹമ്മദ് സാദുള്ള, KM മുൻഷി ഇവരൊക്കെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നവരാണ്. ജവഹർലാൽ നെഹ്റു അംഗമല്ലായിരുന്നു. ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ജവഹർലാൽ നെഹ്റു. BR അംബേദ്കർ, മുഹമ്മദ് സാദുള്ള, KM മുൻഷി ഇവരെല്ലാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നവരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ്. പ്രത്യേക ഭൂരിപക്ഷത്തോടെ ആർട്ടിക്കിൾ 326 ഭേദഗതി ചെയ്യാൻ സാധിക്കും. ഓക്കെ, 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ? ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352. ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി? ആൻസർ ഓപ്ഷൻ സി, 3 തവണ. 3 തവണ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത്? 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക. ഓപ്ഷൻ ഡി, ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി. ഇപ്പോൾ ഇന്ത്യയിൽ 6 രാഷ്ട്രീയ പാർട്ടിയുണ്ട്. 6 രാഷ്ട്രീയ പാർട്ടികൾ. 2022 ഡേറ്റ പ്രകാരം ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ഓപ്ഷൻ ഡി, ആം ആദ്മി പാർട്ടിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ 6 രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലേ, 6 രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ ആ ഭാഗം നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക. 28ാമത്തെ ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ കുറിച്ചുള്ള ആശങ്കകൾക്കായി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് എത്ര സമയം നൽകിയിട്ടുണ്ട്? ഓപ്ഷൻ ബി, 48 മണിക്കൂർ. ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ കുറിച്ചുള്ള ആശങ്കകൾക്കായി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് 48 മണിക്കൂർ സമയം നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിന് യോഗ്യത സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ, കർണാടകയാണ് ഭൂമി എന്ന പദ്ധതി ആരംഭിച്ചത്. 31ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര്? ഓപ്ഷൻ എ, കൂടിയാട്ടം. ഓപ്ഷൻ എ, കൂടിയാട്ടം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഉത്രട്ടാതി വള്ളം കളിയുടെ വേദി? ആറന്മുള. കേരളത്തിലെ ഉത്രട്ടാതി വള്ളം കളിയുടെ വേദി ആറന്മുള. 34ാമത്തെ ക്വസ്റ്റ്യൻ. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, ഇറ്റലിയാണ് 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 35ാമത്തെ ക്വസ്റ്റ്യൻ. രാമകഥ പാട്ടിൻ്റെ രചയിതാവ് ആരാണ്? അയ്യപ്പിള്ള ആശാനാണ് രാമകഥ പാട്ടിൻ്റെ രചയിതാവ്.
രാമചരിതത്തിൻ്റെ രചയിതാവാണ് ചീരാമൻ അല്ലേ? രാമചരിതത്തിൻ്റെ രചയിതാവാണ് ചീരാമ കവി. രാമകഥാപാട്ടിൻ്റെ രചയിതാവ് ഓപ്ഷൻ ബി. രാമകഥാപാട്ടിൻ്റെ രചയിതാവ് അയ്യിപ്പിള്ള ആശാനാണ് രാമകഥാപാട്ടിൻ്റെ രചയിതാവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആര്? ഓപ്ഷൻ സി തുഞ്ചത്ത് എഴുത്തച്ഛൻ. തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവിയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. 37ാമത്തെ ക്വസ്റ്റ്യൻ. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം? ഓപ്ഷൻ ബി 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിൻ്റെ പേര്? അയ്യങ്കാളി എന്നായിരുന്നു തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിൻ്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏത്? ഓപ്ഷൻ ഡി കുസാറ്റ് ആണ് കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല കുസാറ്റ്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പെ. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പെ. താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡ് ആയിട്ട് സംഭരിക്കുന്നത്? കമ്പൈലർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്, കമ്പൈലർ. ഓക്കെ, താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രമാണ്. റൂട്ടർ മാത്രമാണ് ഇൻ്റലിജൻസ് ആയിട്ട് കണക്കാക്കുന്നത്, റൂട്ടർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫ്രോണ്ടിയർ. ഓപ്ഷൻ എ ഫ്രോണ്ടിയർ HPE Cray EX235A ആണ് നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? ബിങ് ആണ് സെർച്ച് എഞ്ചിൻ. ബിങ് സെർച്ച് എഞ്ചിനാണ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിനാണ് ബിങ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിനാണ് ബിങ്. ഓക്കെ, മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണ രൂപം? ഓപ്ഷൻ സി സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണ രൂപമാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈബർ ഒബ്ജക്ട്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ? ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ നരീന്ദർ സിംഗ് കപ്പാനിയാണ് ഫൈബർ ഒബ്ജക്ട്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ്? ഓപ്ഷൻ ബി ആസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം, ആസ്ട്രോസാറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ സ്രോതസ്? ആണവോർജമാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ സ്രോതസ്. ജലവൈദ്യുതി, കാറ്റ്, ബയോ എനർജിയൊക്കെ നമുക്ക് പുനരുപയോഗിക്കാൻ പറ്റുന്ന ഊർജ സ്രോതസ്സുകളാണ്. ഓക്കെ, 49ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം? 49ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. ഓക്കെ, 50ാമത്തെ ക്വസ്റ്റ്യൻ.
ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഡെറാഡൂണിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. അപ്പോൾ 50 GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.